കണ്ടാലില്ലം വേണ്ട, കൊല്ലം കണ്ടാലില്ലം വേണ്ട. കൊല്ലത്തെ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് കണ്ണിന് പരിക്കേറ്റത് BJP പ്രവർത്തകന്റെ കൈകൊണ്ട്. കൃഷ്ണകുമാറിന്റെയും സംഘത്തിന്റെയും കള്ളത്തരം ഇവിടെ കേരള പോലീസ് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ പഴി CPIM-നാണ്. എങ്ങനെ ഇരിക്കണം? ഓട്ടിച്ചിട്ട് പണ കോണിക്ക് ജോലി. പോലീസ് അന്വേഷണത്തിൽ പ്രതി BJP-കാരനാണെന്ന് തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും BJP നേതൃത്വവും നാണം കെട്ടു. വെറുതെ വഴിയെ പോയ വയ്യാവേലിയെല്ലാം പിടിച്ചു വെച്ച് സ്റ്റേഷനിൽ കയറി ആകെ നാണക്കേടായി. നാണം കിടന്ന് നമുക്ക് പുത്തിരിയൊന്നുമല്ലോ. വെൽഡൻ പോലീസ് വെൽഡൻ. 1000 വട്ടം പറഞ്ഞതാണ്, കൃഷ്ണകുമാറിന്റെ കണ്ണിൽ അറിഞ്ഞാരും കുത്തിയിട്ടുണ്ടാകില്ല. കൃഷ്ണകുമാറെ, എന്തായാലും ആ കള്ളത്തരം അങ്ങ് പൊളിഞ്ഞു പോയി. അതെ, ഒരു രഹസ്യം എന്റെ തലയിൽ ഇരിക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല, എന്റെ തലക്ക് വല്ലാത്ത ഭാരം. എന്ത് രഹസ്യം? അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അച്ഛൻ ഒരു വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു, അച്ഛൻ ഇപ്പൊ ഒരു നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആയി. അഭിനയം കലക്കി, പക്ഷേ ലേശം ഓവറായെന്നൊരു സംശയം. ദേശീയ തലത്തിൽ പോലും BJP സാമൂഹിക മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തെ പ്രതികൂട്ടിൽ നിർത്തിയ സംഭവത്തിലാണ് BJP-ക്ക് മുഖത്തടിയേറ്റത്. കൂട്ടത്തിനകത്ത് ഒരു തിക്കും തിരക്ക് ഉണ്ടാക്കിയതായിട്ടും പെട്ടെന്ന് കണ്ണിലോട്ട് എന്തോ ഒരു സാധനം കുത്തി. അപ്പോൾ അത് ഞാൻ ആദ്യം അറിയാതെ കുത്തിയതാണെന്നാണ് സംഭവിച്ചത്. പിന്നീട് എനിക്ക് അവിടെ പലരും എന്ന് പറഞ്ഞാൽ ആ തിക്കും തിരക്ക് ഉണ്ടാക്കിയതാണ്, ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതുപോലെ തോന്നുന്നു. കൃഷ്ണകുമാറിന് സംഭവിച്ച അപകടത്തിൽ എമ്പതിയുള്ള ആള് തന്നെയാണ് ഞാനും. എന്നാൽ ഒരു തെളിവുമില്ലാതെ എതിരാളികളെ ആക്ഷേപിക്കുകയും രാഷ്ട്രീയ ഗൂഢാലോചന പറയുകയും മനഃപൂർവ്വമാരോ കണ്ണിൽ കുത്തി എന്ന് പറയുകയും അതിലേക്ക് തൃശൂർ പൂരം വരെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ട് ഇന്നലെ പ്രതിയെ പിടിച്ചപ്പോ അത് BJP-കാരനായിരുന്നു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയവും അവിടെ ഈ ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും അവിടെ നടന്നു. അപ്പോൾ അതിനെപ്പറ്റി നിശിതമായി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് CPM-കാർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നാണ് കൃഷ്ണകുമാറും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും ആരോപിക്കുന്നത്. കാരണം അവരുടെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ ഈ പോലീസിനകത്ത് കയറി കൂടി അവരാണിത് ചെയ്യുന്നത്. ഉറപ്പാണല്ലോ, എന്റെ 8 കുട്ടികളാണ് സത്യം, ഉറപ്പാണ്. അവസാനം ഫൈനലി പ്രതിയെ പിടിച്ചു. അപ്പോഴാണ് ട്വിസ്റ്റ്, ട്വിസ്റ്റോട് ട്വിസ്റ്റ്. NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. മുളവന സ്വദേശി സനലാണ് പിടിയിലായത്. CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലായിരുന്നുവല്ലോ NDA സ്ഥാനാർത്ഥിയുടെ ആരോപണം. പക്ഷേ പോലീസ് നടപടി വരുമ്പോൾ BJP പ്രവർത്തകൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കും. ഒരു മാസ് ഒരു പ്രത്യേക ആംഗിളിൽ ഒരു നിശ്ചിത വെലോസിറ്റിയിൽ മുമ്പോട്ടെറിഞ്ഞാൽ അതിന്റെ ഭ്രമണപഥം ഡീവിയേറ്റ് ചെയ്ത് അത് തിരികെ എറിഞ്ഞെടുത്ത് തന്നെ എത്തും. സ്പൈനൽ കോഡ് ഊർജ്ജസ്വലമായില്ലെങ്കിൽ ബ്രെയിൻ ഡള്ളാകുന്നതിൽ അത്ഭുതമുണ്ടോ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്.